നമസ്കാരം. അഭിമന്യുവിന്റെ ജീവിതം പറയുന്ന സിനിമയുടെ സംവിധായകൻ CPM നേതാവും സംവിധായകനുമായ സജി എസ് പാലമേലിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം. പത്തനംതിട്ട റാന്നി സ്വദേശി സുനിലാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് സുനിൽ പറഞ്ഞു. കൊല്ലപ്പെട്ട SFI നേതാവ് അഭിമന്യുവിന്റെ ജീവിതം പറയുന്ന സിനിമയായിരുന്നു ഞാൻ പെറ്റ മകൻ. ഇടതു രാഷ്ട്രീയ പിന്തുണയോടെ നിർമ്മിക്കപ്പെട്ട സിനിമ ബോക്സ് ഓഫീസിൽ ശോഭിച്ചില്ല. CPM ചാരമൂട് ഏരിയ കമ്മിറ്റി അംഗമായ സജി എസ് പാലമേലായിരുന്നു സംവിധായകൻ. ചിത്രം റിലീസായി 5 വർഷം പിന്നിടുമ്പോഴാണ് സജിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയരുന്നത്. നിർമ്മാതാവ് എന്ന് വിശ്വസിപ്പിച്ച് സിനിമയ്ക്കായി 2.5 കോടി സജി വാങ്ങി. ഇത്രയും പണം മുടക്കിയിട്ടും സെൻസസ് സർട്ടിഫിക്കറ്റിലടക്കം സജിയുടെ പേരാണുള്ളത്. പ്രദർശന അവകാശം കൈമാറിയതിൽ കിട്ടിയ ചെറിയ തുക മാത്രം തിരികെ നൽകി. ബാക്കി തുക കബളിപ്പിച്ചു എന്നാണ് ആക്ഷേപം. റാന്നി പോലീസ് നൽകിയ പരാതിയിൽ നടപടിയില്ലാതെ വന്നതോടെയാണ് കോടതിയെ സമീപിച്ചതെന്ന് സുനിൽ പറയുന്നു. എന്നാൽ സംവിധായകനും CPM നേതാവുമായ സജി പാലമേലിന്റെ വിശദീകരണവും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. സിനിമ സാമ്പത്തികമായി നഷ്ടമായിരുന്നു. 3 വർഷം മുൻപ് CPM സമ്മേളനകാലത്താണ് ആദ്യം ഈ ആരോപണം ഉയരുന്നത്. അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇക്കുറിയും സമ്മേളനകാലമാകുന്ന ഘട്ടത്തിൽ തന്നെ ലക്ഷ്യം വെച്ച് ചിലർ ഒരടിസ്ഥാനവുമില്ലാത്ത കഥയുമായി ഇറങ്ങിയതാണ് എന്നാണ് സജി പറയുന്നത്. അതേസമയം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകനായ അഭിമന്യുവിന്റെ പേരിൽ CPM അനുകൂല കൂട്ടായ്മ സ്വരൂപിച്ച രക്തസാക്ഷി ഫണ്ട് കാണുന്നില്ല എന്ന വാർത്തയും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. അഭിമന്യുവിന്റെ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാനെന്ന പേരിൽ 6.5 വർഷം മുൻപ് തുടങ്ങിയ പിരിവിന്റെ തുകയാണ് അപ്രത്യക്ഷമായത്. ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു.